നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സിറിയയിലെ ഭൂകമ്പത്തിൽ പരിക്കേറ്റ് അബുദാബിയിലെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് സാന്ത്വനം പകർന്ന് അൽ ദഫ്ര മേഖലയിലെ ഭരണാധികാരിയുടെ പ്രതിനിധിയും എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്യിദ് അൽ നഹിയാൻ എത്തി. ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി, ബുർജീൽ മെഡിക്കൽ സിറ്റി എന്നിവിടങ്ങളിൽ കഴിയുന്നവരെയാണ് അദ്ദേഹം സന്ദർശിച്ചത്. സിറിയയിലും തുർക്കിയിലും ഭൂകമ്പത്തിൽ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകാനുള്ള രാഷ്ട്രമാതാവ് ഫാത്തിമ ബിൻത് മുബാറക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സയ്ക്കായി നിരവധി പേരെ UAE ആശുപത്രിയിൽ എത്തിച്ചത്. ഇവരുടെ ആരോഗ്യനിലയും സാഹചര്യങ്ങളും ബന്ധുക്കളോടും മെഡിക്കൽ വിദഗ്ധരോടും ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്യിദ് അൽ നഹിയാൻ ചോദിച്ച് മനസ്സിലാക്കി. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സയ്ക്കൊപ്പം ആരോഗ്യം വീണ്ടെടുക്കാനും പുനരധിവാസ പദ്ധതികളും ലഭ്യമാക്കും. സിറിയയിലെയും തുർക്കിയിലെയും ദുരന്തബാധിതർക്ക് സഹായം നൽകാനുള്ള ഒരവസരവും UAE നഷ്ടപ്പെടുത്തില്ല എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ദുരന്തബാധിതർക്ക് സഹായം എത്തിക്കാനുള്ള സംരംഭത്തിൽ പങ്കാളിയായവർക്ക് നന്ദിയും രേഖപ്പെടുത്തി. സഹമന്ത്രി ഡോക്ടർ മൈദ ബിന്നത്ത് സാലിം അൽ ഷംസി, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മേധാവി മൻസൂർ അൽ മൻസൂരി, ബുർജീൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ തുടങ്ങിയവർ ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്യിദിനെ അനുഗമിച്ചിരുന്നു. ഏതായാലും ഈ ഒരു അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് വന്നതും കുട്ടികളെ അടക്കമുള്ള രോഗികളെ കാണുന്നതും പരിചരിക്കുന്നതും വലിയ വാർത്തകളിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അവരുടെ സങ്കടങ്ങളും എല്ലാം തന്നെ നഹിയാനെ നേരിൽ കണ്ട് കുഞ്ഞുങ്ങൾ പറയുകയായിരുന്നു. അവർക്ക് ആവശ്യമുള്ള എല്ലാം നൽകണമെന്നും അവർ ആശുപത്രി കിടക്കയിൽ അല്ലെങ്കിൽ രോഗക്കിടക്കയിൽ നിന്ന് എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നിരവധി കുഞ്ഞുങ്ങളാണ് അപകടത്തിൽ പരിക്കേറ്റ് അവിടേക്ക് വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ അവർക്ക് ചിത്രം വരയ്ക്കാനും ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളും എല്ലാമായാണ് നഹിയാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിയത്.